എല്ലാവർക്കും നമസ്കാരം. ക്യൂട്ടിയുടെ പ്ലേലിസ്റ്റിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അതിനു മുന്നേ ജനറലായിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ചെയ്യുന്നത് എന്തിനാണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ഈസ് ദ ആർട്ട് ഓഫ് ചൂസിങ് എ പ്രോബബിലിറ്റി മോഡൽ ഫോർ ആൻ അൺനോൺ പോപ്പുലേഷൻ and calibrating that model using a representative sample from the population. അതായത് നമ്മുടെ കയ്യിൽ ഒരു അൺനോൺ പോപ്പുലേഷൻ ഉണ്ടെന്ന് കരുതുക. അൺനോൺ ഇൻ ദ സെൻസ് നമുക്ക് ആ പോപ്പുലേഷൻ്റെ യാതൊരു പ്രത്യേകതകളും സ്വഭാവങ്ങളും അറിയില്ല. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി പോപ്പുലേഷന് സ്യൂട്ടാകുന്ന ഒരു പ്രോബബിലിറ്റി മോഡൽ കണ്ടുപിടിക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ഈസ് ദ പ്രൊസീജിയർ ഓഫ് സെലക്ടിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ടു ദ ഡേറ്റാ സെറ്റ് ജനറേറ്റഡ് ബൈ സം റാൻഡം പ്രോസസ്സ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് വഴി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റാ സെറ്റിന് കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ട് സ്യൂട്ട് ആകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് മാച്ച് ആകുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ. ബൈനോമിയൽ, പോസോൺ, ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ നോർമൽ, അങ്ങനെയുള്ള പലതും. അവയിൽ നമ്മുടെ പോപ്പുലേഷനെ യഥാർത്ഥത്തിൽ സ്യൂട്ടാകുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനാണോ അതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ്. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അത് നമുക്കൊന്ന് നോക്കാം. അൺനോൺ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നേച്ചറും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആ പോപ്പുലേഷനിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന സാമ്പിളിനെയാണ് ആശ്രയിക്കാറ്. അപ്പോൾ ഒരു സാമ്പിൾ ഉപയോഗിച്ച് ആ പോപ്പുലേഷനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ സാമ്പിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി ആ സാമ്പിൾ വാല്യൂസിൽ നിന്ന് പലതരത്തിലുള്ള ഒട്ടനവധി മെഷേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇതെല്ലാം ഒരു ലിമിറ്റഡ് സാമ്പിൾ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ നമ്മൾ സെലക്ട് ചെയ്ത കുഞ്ഞ് സാമ്പിളിലെ വാല്യൂസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂസ് വെച്ച് നമ്മൾ ഓരോരോ പ്രഡിക്ഷൻസും അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറയുമ്പോൾ അതിൻ്റേതായ ആക്യുറസി കുറവും അതേപോലെ അൺസർട്ടനിറ്റി പോലുള്ള പല പ്രശ്നങ്ങളും വീണ്ടും വരുന്നു. ഇവിടെയാണ് ഫിറ്റിങ്ങിൻ്റെ പ്രസക്തി. പോപ്പുലേഷന് സ്യൂട്ടാകുന്ന രീതിയിൽ ഒരു മോഡൽ സെലക്ട് ചെയ്യുക വഴി സാമ്പിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാതെ തന്നെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ചെറിയ റാൻഡം എക്സ്പെരിമെൻറ്റ്. 3 കോയിൻസ് ടോസ് ചെയ്യാമെന്ന് കരുതുക. സാമ്പിൾ സ്പേസ് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് ഹെഡ്സ് 3 ടൈംസ് ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരാം? ടി ഔട്ട്കം ആണ് കിട്ടുന്നതെങ്കിൽ ഒറ്റ ഹെഡ് പോലും ലഭിച്ചിട്ടില്ലല്ലോ. അപ്പോൾ 0 ഹെഡ്സ്. TH ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിലോ ഒരു ഹെഡ് എന്നുള്ള രീതിക്ക് 1 ഹെഡ്. HHT ഇതിൽ 2 ഹെഡ്. HHൽ 3 ഹെഡ്. അങ്ങനെ നമുക്ക് ഹെഡുകളുടെ എണ്ണം എളുപ്പത്തിൽ കിട്ടുന്നു. ഇനി ഈ നമ്പർ ഓഫ് ഹെഡ്സിലുള്ള പ്രോബബിലിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എളുപ്പമാണ്, കാരണം 3 കോയിൻസ് അല്ലേ ഉള്ളൂ. സാമ്പിൾ സ്പേസ് വളരെ ചെറുതാണ്. എഴുതി നോക്കി പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. പക്ഷേ കോയിൻസിൻ്റെ എണ്ണം ഒന്ന് കൂട്ടിയാലോ? ഒരു 10 കോയിൻസ് ടോസ് ചെയ്യാമെന്ന് കരുതുക. നമ്പർ ഓഫ് ഹെഡ്സ് എളുപ്പമാണ്. 0 ഹെഡ്, 1 ഹെഡ്, 2 ഹെഡ്, അങ്ങനെ 10 ഹെഡ്സ് വരെ വരാം. ഇതിൽ ഇനിയുള്ള പ്രോബബിലിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതും? ഫസ്റ്റ് ഔട്ട്കം ഭയങ്കര ഈസി അല്ലേ? ടി അങ്ങനെ 10 ടൈംസ് എഴുതിയാൽ മതി. അതായത് ഒറ്റ ഹെഡും വന്നില്ല, എല്ലാം ടെയിലാണെന്നുള്ള മീനിങ്ങിൽ. ആൻഡ് സെക്കൻഡ് ഔട്ട്കം ഒരു ഹെഡ് വരുന്നതും ബാക്കിയും എല്ലാം ടെയിൽ വരുന്ന ഔട്ട്കംസ് ആണ് ഇനിയുള്ളത്. അപ്പോൾ ആദ്യത്തെ ഹെഡ് വന്നു, ബാക്കിയെല്ലാം ടെയിൽ വന്നു എന്നുള്ള മീനിങ്ങിൽ HT എന്ന് പറഞ്ഞിട്ട് അടുത്ത ഔട്ട്കം എഴുതാം. പിന്നെയോ THT എന്നുള്ള രീതിയിൽ അടുത്തത് വരും. അങ്ങനെ ഒരു ഹെഡ് വരുന്നത് തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ 2 ഹെഡും ബാക്കി എല്ലാ ടെയിലും വരുന്നതോ? പിന്നെ 3 ഹെഡ്. അങ്ങനെ ലാസ്റ്റ് 10 ഔട്ട്കവും ഹെഡ് വരുന്ന HH എന്ന് പറയുന്ന ഔട്ട്കം വരെ നമുക്ക് സാമ്പിൾ സ്പേസിൽ എഴുതേണ്ടി വരും. സാമ്പിൾ സ്പേസ് എഴുതി പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക ഈസി ആണോ? കാരണം ഇത്ര അധികം ഔട്ട്കംസ് നമുക്ക് സാമ്പിൾ സ്പേസിൽ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. ഈ സാഹചര്യത്തിൽ
കോയിൻ ടോസിങ് പോപ്പുലേഷന് സ്യൂട്ടാകുന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രോബബിലിറ്റീസൊക്കെ വളരെ എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വേറൊരു കാര്യം, ഫിറ്റിങ്ങിലൂടെ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്? Expected frequency is the number of times an event is predicted to occur based on theoretical probabilities. അതായത് തിയററ്റിക്കൽ പ്രോബബിലിറ്റീസ് ഉപയോഗിച്ച്, തിയററ്റിക്കൽ പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്യാതെ എന്തെങ്കിലും തിയറി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റീസ്, അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസീസാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസാണ്. നമ്മൾ ഇനി ഇത്രയൊക്കെ തവണ അത് ഹാപ്പൻ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. അതായത് എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഫ്യൂച്ചറിൽ ഹാപ്പൻ ചെയ്യുന്നത് എത്ര തവണയാണെന്നുള്ളത്, അതായത് എത്ര തവണ ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യും എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റീസ് യൂസ് ചെയ്ത്, അതായത് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സാമിന് എത്ര പേര് ഫസ്റ്റ് ക്ലാസ് വാങ്ങും, എത്ര പേര് ഡിസ്റ്റിങ്ഷൻ വാങ്ങും, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഇവൻ്റ് എത്ര തവണ ഹാപ്പൻ ചെയ്യും, ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നൊക്കെ പറയുന്ന ഇവൻറ്റ്സ് എത്ര തവണയൊക്കെ ഹാപ്പൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒരു 10 ഫസ്റ്റ് ക്ലാസ്സസ് ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 3 ഡിസ്റ്റിങ്ഷൻ, ഒരു റാങ്കൊക്കെ നമുക്ക് ഒരു 2 എണ്ണമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഇനി എക്സാം കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് ആക്ച്വലി എത്ര എണ്ണം സംഭവിച്ചു, എത്ര റാങ്ക് കിട്ടി, എത്ര ഡിസ്റ്റിങ്ഷൻ ഉണ്ടായി, എത്ര പേര് ഫെയിലായി എന്നൊക്കെ കറക്റ്റ് കണക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി നമുക്ക് ആ എക്സാമിന് മുന്നേ നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവുമല്ലോ, ഇത്രയൊക്കെ സംഭവിക്കാം എന്നുള്ള ആ ഫ്രീക്വൻസീനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക? ചുമ്മാ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു 2 റാങ്ക് ഉണ്ടാവും, അപ്പോൾ 15 പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും എന്ന് ചുമ്മാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനൊരു ബേസ് ഉണ്ടാവണം. അതായത് ആ തിയററ്റിക്കൽ പ്രോബബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മുന്നത്തെ എക്സാംസിൻ്റെ റിസൾട്ടുകളോ ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസോ മോഡൽ എക്സാമിൻ്റെ മാർക്കുകളോ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ പ്രോബബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ പ്രോബബിലിറ്റി യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി ഒബ്സർവ് ചെയ്തെടുത്ത ഫ്രീക്വൻസി അല്ല, സം തിയറി യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള മീനിങ്ങിൽ. ഇങ്ങനെയുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഫിറ്റിങ്ങിലൂടെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഫിറ്റിങ്ങിൻ്റെ ഒരു മെയിൻ എയിം തന്നെ അതാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ പോപ്പുലേഷന് സ്യൂട്ടാകുന്ന ഒരു പ്രോബബിലിറ്റി മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. വൺസ് ആ മോഡൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് പോലുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.